ജോസ് കെ മാണി UDF-ലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത വളരെ ശക്തമായിട്ട് വന്നു. പിന്നീട് അതിൻ്റെ ചലനങ്ങളൊന്നും ഉണ്ടായില്ല. ജാഥയിൽ കാണില്ല എന്ന് പറഞ്ഞു. ജാഥ ക്യാപ്റ്റനായിട്ട് അതിലുണ്ട്. ഇപ്പോൾ ഇത്രയും കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ ആരാ കളിക്കുന്നത്? പിന്നിൽ ജോസ് കെ മാണിയെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകൾ ഏകോപിപ്പിച്ച് UDF-ൽ എത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് രണ്ട് വിഭാഗക്കാരാണ്. മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും, ഈ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാരും. അതിനകത്ത് KCBC-യുടെ ഭാരവാഹികളുണ്ട്, ഈ സുറിയാനി മറ്റേ കത്തോലിക്കരുടെ സഭാ മേലധ്യക്ഷന്മാരുണ്ട്, അതെല്ലാ സ്ഥലത്തെയും ഉണ്ട്. ലത്തീൻ സഭയുണ്ട്, മാർത്തോമയുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, ജാക്കോബൈറ്റുകളുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഈ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ UDF-ലേക്ക് എത്തിച്ചു കൊടുക്കാം എന്നുള്ള ഒരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആ വ്യവസ്ഥ ചെയ്യാനുള്ള കാരണം മുസ്ലിം ലീഗിലെ രണ്ട് നേതാക്കളാണ്. ഒന്ന് കുഞ്ഞാലിക്കുട്ടിയും മറ്റത് തങ്ങളുമാണ്. കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ക്രൈസ്തവ അരമനകളിൽ കയറി ഇറങ്ങി അവരെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ്. ഇതിനു മുമ്പ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിലൊരു അകൽച്ചയുണ്ടായിരുന്നു. വിശേഷിച്ചും പാലയിലൊക്കെ സംഭവിച്ചത്, ഈരാറ്റുപേട്ടയിലും പാലയിലുമൊക്കെ സംഭവിച്ച കാര്യങ്ങളെ തുടർന്നും മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ തുടർന്നും മുസ്ലിങ്ങൾ പൊതുവെ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമല്ല എന്നും ലവ് ജിഹാദ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് ഇവരകന്നു നിൽക്കിയിരുന്നു. ആ അകൽച്ച മാറ്റിക്കൊണ്ട് ഇവരെ രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുമിപ്പിക്കുന്ന ഒരു ദൗത്യം UDF-ന് വേണ്ടി ഏറ്റെടുത്തത് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളുമാണ്. ഇവരാണ് പോയത്. ഇവർ പോയിട്ട് KCBC-യുടെ പ്രസിഡൻറ്റിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഈ മറ്റേ KCBC-യുടെ ഭാരവാഹികളെല്ലാവരെയും കണ്ടിട്ടുണ്ട്. പിന്നെ CBCI ഭാരവാഹികളായിട്ട് ഇവിടെ ഉള്ളവരെ കണ്ടിട്ടുണ്ട്. ലത്തീൻ സഭയുടെ ഭാരവാഹികളുണ്ട്, ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ അടക്കമുള്ളവരെ ചെന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു യോജിപ്പിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ആ യോജിപ്പെന്നറിയാമോ? ഇപ്രാവശ്യം എന്തായാലും ശരിയാണ്, വോട്ട് ചെയ്ത് UDF-നെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു വലിയ അപ്പർ ഹാൻഡ്, മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് അവരുടെ വാദം. അതിന് തെളിവെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഈ ജില്ലകളിൽ ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ജില്ലകൾക്കൊരു പ്രത്യേകതയുണ്ട്. 46% ഹിന്ദുക്കളുള്ള ഒരു ജില്ലയാണ് എറണാകുളം, നമ്മളിരുന്ന് സംസാരിക്കുന്ന ജില്ല. ആ ജില്ലയിൽ ഇപ്പോൾ പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും മറ്റേ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും ഒക്കെ ഭാരവാഹിത്വം വീതിക്കപ്പെട്ടപ്പോൾ ഹിന്ദുക്കൾക്ക് എത്ര ശതമാനമുണ്ട് ഒന്ന് അന്വേഷിച്ചു നോക്കുക. കൊച്ചി കോർപ്പറേഷൻ എത്ര ശതമാനമുണ്ട്? ഹിന്ദുക്കൾ എവിടെ പോയി? ഹിന്ദുക്കൾക്കില്ല. ജില്ലാ പഞ്ചായത്തിൽ എത്രയുണ്ട്? നിങ്ങളെടുത്ത് നോക്ക്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എവിടെയെല്ലാം UDF-ന് പ്രാമുഖ്യം കിട്ടി വന്നിട്ടുണ്ടോ, UDF-ന് പ്രാമുഖ്യം കിട്ടി വന്നിട്ടുള്ള എല്ലായിടത്തും ഹിന്ദുക്കൾ ക്രൂരമായ രീതിയിൽ അവഗണിക്കപ്പെടുകയും അവർക്ക് അധികാരത്തിൽ പങ്കാളിത്തം ഇല്ലാതാവുകയും ചെയ്യുന്നൊരു ഒരു അന്തരീക്ഷം സംജാതമായിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി മേയറെ നിശ്ചയിച്ചത് ആരാണ്? ചർച്ചകൾ, സഭ. ലത്തീൻ സഭയുടെ പരമാധികാരികളാണ് തന്നെ മേയറാക്കിയതെന്ന് ആ മേയർ തന്നെ അവരുടെ സമ്മേളനത്തിൽ പോയിട്ട് ഉറക്കെ പറയാണ്. അപ്പോൾ UDF-ൻ്റെ നിയന്ത്രിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസ്സിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? സഭയാണ്. സഭയാണ്. ആ കോൺഗ്രസ്സിനെ സഭ നിയന്ത്രിക്കും എന്നുണ്ടെങ്കിൽ സഭ ഇന്നിപ്പോൾ ക്രൈസ്തവരായിട്ടുള്ളവരിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം വഹിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സോണിയാഗാന്ധിയുടെ സ്വാധീനമാണ് അതിനകത്ത് വരുന്നത്.
ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ ഇതാണ് മറ്റേ ചെസ് ബോർഡിലെ പോൺസാണ്, കാലാൾപ്പടകളാണ്. പക്ഷേ നിയന്ത്രണം അവിടെ നിന്നാണ് വരുന്നത്. ലത്തീൻ വേണം എന്ന് പറഞ്ഞ് ലത്തീൻ കൊടുത്തു. ബാക്കി കാര്യങ്ങളുടെയും ലത്തീൻ വേണമെന്ന് പറഞ്ഞ് ലത്തീൻ കൊടുത്തു. ക്രൈസ്തവന് വേണം എന്ന് പറഞ്ഞ് ക്രൈസ്തവന് കൊടുത്തു. എത്ര ഉദാരമായിട്ടാണ് കൊടുത്തത്. ഇത് 46%. 49% ഉണ്ട് കോട്ടയത്ത്. കോട്ടയത്തിൻ്റെ അവസ്ഥ എന്താണ്? 48% ഉണ്ട് ഇടുക്കിയിലെ അവസ്ഥ എന്താണ്? 54% ഉണ്ട് ഹിന്ദുക്കൾ പത്തനംതിട്ടയിൽ. അവിടുത്തെ അവസ്ഥ എന്താണ്? അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക ക്രൈസ്തവ ഏകീകരണത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജോമോൻ എന്നറിയപ്പെടുന്ന ജോസ് കെ മാണിയോട് എന്ത് പറഞ്ഞത്? നിങ്ങൾ നേരെ വന്ന് UDF ചേരണം. നിങ്ങൾ UDF ചേർന്നാലേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകൂ എന്ന് പറഞ്ഞു. അപ്പോൾ UDF നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മതസംഘടനകളാണ്. ഇതാണ് അപകടം. മതസംഘടനകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി UDF മാറി. വേറെ ആർക്കും ഒരു റോളും ഇല്ലല്ലോ. നിങ്ങൾ എടുത്തു നോക്ക്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞ് 2 മുസ്ലിങ്ങൾ ഇറങ്ങുന്നു, തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും. അതിൽ തങ്ങൾ എന്ന് പറയുന്ന കക്ഷി അവർ മലയാളികളല്ല, യമനിൽ നിന്നും ഇവിടെ അഭയാർത്ഥികളായി വന്നവരാണ് കച്ചവടം നടത്താനൊക്കെ ആയിട്ട്. അവർക്ക് മലയാളമായിട്ടുള്ള ബന്ധം വളരെ കുറവാണ്. അവർ യമനിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. പിന്നെ യമനിൽ നിന്ന് വന്നിട്ടുള്ള ഇവർക്കൊരു ഗുണമുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ അവർ യമനിൽ നിന്ന് വന്ന കാലത്ത് തന്നെ അവർക്ക് ഇതറിയാമായിരുന്നു, അറബി അറിയാമായിരുന്നു. അറബിയിലും അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, അവർ അതിൻ്റെ അർത്ഥം അറിയാമായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ള മുസ്ലിങ്ങൾക്കാണെങ്കിൽ അർത്ഥം അറിയില്ല, ഒന്നും അറിയില്ലായിരുന്നു. അപ്പോഴെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വലിയ നേതാക്കളായിട്ട് അംഗീകരിക്കുകയും അവരുടെ അപ്രമാദിത്വം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഇവർ വരുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആരാണെന്ന് വെച്ചാൽ അരിയാടൻ മുഹമ്മദാണ്. ഞാനല്ല പറയുന്നത്, അരിയാടൻ മുഹമ്മദാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അതിനുശേഷം പിന്നെ ഞാനത് നോക്കിയപ്പോൾ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അവിടെ നിന്ന് ഇവർ വന്നവരാണ്. അപ്പോൾ അതിൽ അവർ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണക്കാരെ മുഴുവൻ കൂടെ കൂട്ടുകയും പ്രമാണിമാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണക്കാരെ അവർ കൂടെ കൂട്ടി, സാധാരണക്കാർ വോട്ട് ചെയ്യണം. പക്ഷെ അവരെപ്പോഴും നിൽക്കുന്നത് പ്രമാണിമാരുടെ കൂടെയാണ്. ആ പ്രമാണിമാരാണ് അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിഭാഗവും അതുപോലെ തന്നെ സഭയുടെ നേതാക്കൾ, സഭാ തലവന്മാരെ അവർ നേരിട്ടിറങ്ങി രാഷ്ട്രീയം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അവർ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നില്ല. ഇപ്പോൾ ഹൈന്ദവ സംഘടനകളുടെ സമുദായ നേതാക്കൾ ആരാ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്? ഒരാളും ഇറങ്ങുന്നില്ല. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവർ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ വേണ്ടി ഇറങ്ങുന്നു, ഭരണാധികാരികളെ നിശ്ചയിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അങ്ങനെ ഭരണാധികാരികളെ നിശ്ചയിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു വിഭാഗമാണിവർ. ഈ പാണക്കാട് തങ്ങൾ 18-ാം നൂറ്റാണ്ടിൽ യമനിൽ നിന്നും വന്നതാണ്. ഇവിടെ ഇവരുടെ നേതാവായിട്ട് വന്ന മനുഷ്യൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ സയ്യിദ് അലി അൽ ഷഹാബുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വന്നത്. പക്ഷേ അദ്ദേഹം ഇവിടെ എത്തുന്നതിന് മുമ്പേ യമനിൽ നിന്ന് ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. അവർ കച്ചവടം നടത്താൻ വേണ്ടി വന്നതാണ്. ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് ഇദ്ദേഹം മതപണ്ഡിതൻ എന്ന രീതിയിൽ വന്നു. ഇവരൊരു മുഹമ്മദ് നബിയുടെ 9ാം തലമുറക്കാരാണ് ഇവരെന്ന് ഇവർ അവകാശപ്പെടുന്നത്. കാരണം ഈ 9ാം തലമുറ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം ഇതൊക്കെ എങ്ങനെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടെത്തുക സാധ്യമല്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയും ഞാൻ 9ാം തലമുറക്കാരനാണെന്ന് പറയുന്നത്. അങ്ങനെ 9ാം തലമുറക്കാരനായിട്ട് വന്നപ്പോഴേക്കും ഇവർക്കൊക്കെ പേടിയായി, ഇവിടെ ഉള്ളവർക്ക്.
ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബം വരുന്നതാണെങ്കിൽ ഇവർ ശരിക്കും ബസറയിലുള്ളവരാണ്. ബസറ ഖലീഫ ഉമറിൻ്റെ കാലത്ത് പണിതുയർത്തിയ ഒരു നഗരമാണ് ബസറ. അവിടെ നിൽക്കക്കള്ളി ഇല്ലാതെയാണ് ഇവർ യമനിലേക്ക് വരുന്നത്. യമനിൽ നിൽക്കക്കള്ളി ഇല്ലാതെയാണ് കേരളത്തിലേക്ക് വന്നത്. പക്ഷേ കേരളത്തിലേക്ക് അവർ വരാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമായിരുന്നു, അവരുടെ നല്ല തീരുമാനമായിരുന്നു. കാരണം ഇവിടെ വന്നതിന് ശേഷം പിന്നെ അവർക്ക് ആ സമുദായത്തിൻ്റെ നേതൃത്വം അവർക്ക് കിട്ടുകയും ആ നേതൃത്വത്തിലൂടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തു. കേരള രാഷ്ട്രീയത്തിൻ്റെ അധികാരം നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കാണ് അവർ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിൻ്റെ അങ്ങനെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഹിന്ദുക്കൾക്ക് രാഷ്ട്രീയ അധികാരം കൊടുക്കാതിരിക്കാൻ കഴിയും എന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടത്തുന്നത്. അല്ലാതെ വെറുതെ നടത്തുന്നതല്ല. മതത്തിൻ്റെ ആധിപത്യം, ഏത് മതത്തിൻ്റെ? ന്യൂനപക്ഷ മതങ്ങളുടെ ആധിപത്യം കേരള രാഷ്ട്രീയത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ഈ നടക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. കാരണം ഹിന്ദുക്കളുടെ വോട്ട് ചെതറിപ്പോവുകയും ആ ചെതറിപ്പോകുന്ന ഹിന്ദു വോട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിപക്ഷം നമുക്ക് കിട്ടും എന്നും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അധികാരം നമ്മുടെ കയ്യിലിരിക്കും എന്നുമുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ UDFിലേക്ക് മാണി കോൺഗ്രസ് പോയില്ലെങ്കിൽ ആ പരാജയം തീർച്ചയായിട്ടും ഈ തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഇവിടുത്തെ ക്രൈസ്തവ സഭ മത മേലധ്യക്ഷന്മാർക്കുമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ പാലയിൽ ഇങ്ങനെ തോറ്റ് തുന്നമ്പാടി നിൽക്കുകയാണ് ജോസ് കെ മാണി എന്നുള്ള ബിനു പുളിക്കക്കണ്ടത്തിൽ എന്ന് പറയുന്ന BJP-കാരനാണ് എന്ന് പറഞ്ഞ് ജോസ് കെ മാണി LDFിൽ നിന്ന് പുറത്താക്കിയാൽ സ്വതന്ത്രനായി മത്സരിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ അവിടെ മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്നു. അദ്ദേഹം വിജയിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിജയിച്ചിരിക്കുന്നു. ഇങ്ങനെ അപ്പാടെ തകർന്നു നിൽക്കുന്ന മാണി സി കാപ്പൻ പാലയിൽ MLA കൂടിയായിരിക്കുമ്പോൾ എങ്ങനെയാണ് UDFിലേക്ക് ചെന്നിട്ട് നെഞ്ചു വിരിച്ച് നിൽക്കാൻ കഴിയുക? UDFിലേക്ക് ചെന്നിട്ട് ക്രൈസ്തവ ഇസ്ലാമിക ഏകീകരണം വന്നു കഴിഞ്ഞാൽ ജയിച്ചു പോകാൻ കഴിയും. അതാണ് അവരുടെ വിശ്വാസം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. ആ പിന്തുണ ഞങ്ങൾക്ക് തുടർന്നും വേണ്ടതുണ്ട്. അതിനായി ഞങ്ങളുടെ ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനാകും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.